السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. أم حسبتم أن تدخلوا الجنة فلما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. വേദിയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഈ പ്രൊഫൈസ് സമ്മേളനത്തിന് എത്തിച്ചേർന്ന സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് കണ്ണൂരിൽ നടക്കുന്ന ഈ പ്രൊഫൈസ് നാലാമത്തേതാണ് എന്ന് ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഇതുപോലെയുള്ള വളരെ ത്യാഗ പരിശ്രമങ്ങൾക്ക് ശേഷം വളരെ ശക്തവും ചടുലവുമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം സംഘടിപ്പിക്കപ്പെടുന്ന ഇത്തരം സമ്മേളനങ്ങളുടെ ഒരു വലിയ ലക്ഷ്യമുണ്ട്. മനുഷ്യനെ അവൻ്റെ കടമയും കടപ്പാടുകളും ബോധ്യപ്പെടുത്തുക, അവൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ നിർവഹിക്കേണ്ട കർത്തവ്യങ്ങൾ എന്താണ് എന്ന് ഉത്ബോധിപ്പിക്കുക, അവൻ്റെ ജീവിതത്തിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് അവനെ ഉത്ബോധിപ്പിക്കുക. മിനൽ മഹ്ദി ഇലൽ ലഹദ്, തൊട്ടിലിൽ നിന്ന് അവൻ്റെ ഖബറിലേക്ക് എന്ന ആ കാര്യം അവന് സദാ ഓർമ്മയുണ്ടായിരിക്കണം എന്നവനെ ബോധ്യപ്പെടുത്തുക. സഹോദരന്മാരെ, നമ്മുടെ ആയുഷ്കാലം വളരെ പരിമിതമാണ്. വളരെ കുറഞ്ഞ ഒരു കാലമാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. പക്ഷേ ഈ ലോകത്ത് ജീവിക്കുന്ന ഈ പരിമിതമായ കാലത്തിനിടക്കുള്ള നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമാണ് നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് ഹൈറാണെങ്കിൽ നമുക്ക് മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഷർറാണെങ്കിൽ കാലാകാലത്തുമുള്ള ദുഃഖത്തിൻ്റെയും ഖേദത്തിൻ്റെയും പര്യവസാനമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ ഹസ്രത്തൻ അൽ ഇബാദ്, എൻ്റെ അടിമകൾക്ക് മഹാനാശം, മഹാനഷ്ടം, മഹാഖേദം. അവർക്ക് ഏതൊരു മുന്നറിയിപ്പുകാരം വരുമ്പോഴും അവർ അശ്രദ്ധമായിരിക്കുകയാണ്. വഹും ഫി ഗഫ്ലത്തിൻ, അവർ അശ്രദ്ധരാണ്. വഹും ലാ യുഅ്മിനൂൻ, യഥാർത്ഥ അവരുടെ സൃഷ്ടാവിൽ അവർ വിശ്വസിക്കുന്നില്ല. എല്ലാ സത്യവിശ്വാസികളും ആഗ്രഹിക്കുന്നു സ്വർഗപ്രവേശനം. സ്വർഗവും നരകവും തുല്യമല്ല. സ്വർഗമെന്ന് പറയുന്നത് മാല ഐനുൻ റഅത്ത് വല ഉദുനുൻ സമിഅത്ത് വല ഖതറ അല ഖൽബി ബശരീൻ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഒരു സങ്കല്പം പോലും നടത്താൻ കഴിയാത്തതുമായ അപാരമായ അളവറ്റ അനുഗ്രഹത്തിൻ്റെ കേദാരമാണ് സ്വർഗമെന്ന് പറയുന്നത്. നരകമോ വിലാപങ്ങളുടെയും യാതനകളുടെയും കഷ്ടപ്പാടുകളുടെയും ലോകമാണ്. കുല്ലമാന ഇർദിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ശിക്ഷ ആസ്വദിച്ച് അവരുടെ തൊലികൾ തന്നെ എത്രയോ കട്ടിയുള്ള, ശിക്ഷ ആസ്വദിക്കാൻ ആവശ്യമായ രൂപത്തിൽ രൂപപ്പെടുത്തിയ പുതിയ തൊലികളാണ്. പക്ഷെ അതുപോലും കഠിനമായ ചൂടിൽ താപത്തിൽ കരിഞ്ഞു പോകുമ്പോൾ പുതിയ തൊലികൾ കൊടുത്ത് അവിടെ ആരും മരണപ്പെടുന്നില്ല. ആ തൊലികൾ മാറ്റി പുതിയ തൊലികൾ കൊടുത്ത് ലിയദൂഖുൽ അദാബ്, ശിക്ഷ ആസ്വദിക്കുന്നതിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചു വെച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഈ സ്വർഗത്തിലെത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമ്മൾ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ ആ സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ. പ്രവാചകരോട് സഹാബത്ത് ആവലാതി പറഞ്ഞു, എത്രയാണ് ഞങ്ങൾ സഹിക്കുക? ഇടവും വലവും ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നു, വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങൾ മർദ്ദിക്കപ്പെടുന്നു,
ഞങ്ങളുടെ എല്ലാവിധ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യവും ഇവിടെ നശിപ്പിക്കപ്പെടുന്നു. ഒന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു രക്ഷ വാങ്ങിക്കുതന്നുകൂടെ എന്ന് സഹാബികളിൽ ചിലർ പ്രവാചകനോട് ആവലാതി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഓതിക്കേൽപ്പിച്ച ആയത്തിറങ്ങിയത്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അം ഹസിബത്തും അൻ തദ്ഖുൽ ജന്നത ഫലമ്മാ യഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബലികും മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ല, നിങ്ങൾ വിചാരിക്കുന്നുവോ അൻ തദ്ഖുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ആ പൂർവികന്മാരായ നിങ്ങൾക്ക് ഈ മതം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ കാരണക്കാരായിട്ടുള്ള പ്രവാചകന്മാരുടെയും സച്ചരിതരായ ആളുകളുടെയും ത്യാഗപൂർണമായ പരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതം നിങ്ങൾക്കും അനുഭവിക്കാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വിചാരിക്കുന്നുവോ? മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാ വസുൽസിലു, അവർക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവരെ ബാധിച്ചു, അവർ അടിമുടി വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്, അന്ന് ആ പ്രവാചകനും അനുയായികളും അവർ പറഞ്ഞുപോയി, ഇനി എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം വരാനുള്ളത് എന്ന് പോലും അവർ പറഞ്ഞുപോയി. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം അടുത്താണ്. നിരാശപ്പെടേണ്ടതില്ല, പക്ഷേ ക്ഷമ വേണം. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ പടച്ചവൻ കൽപ്പിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ശരിയായ വിധത്തിൽ നാം അനുഷ്ഠിക്കുവാൻ തയ്യാറാകണം. അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു നന്മകളും അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടും, ഏതൊരു തിന്മകളും രേഖപ്പെടുത്തപ്പെടുമെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്ത് മറിയം, ഇല്ലാ മൻ താബ വ ആമന വ അമില സാലിഹ ഫഉലൈക യദ്ഖുലുൽ ജന്ന വലാ യുദ്ലമൂന ശൈഅ, പശ്ചാത്തപിക്കുകയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ അവർ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക ചെയ്യും. ഒന്ന്, ചെയ്തു പോയ പ്രവർത്തനങ്ങളിൽ ഖേദം വേണം, അത് ആവർത്തിക്കരുത്, അത് അവിടെ അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ വിശ്വാസം ഉറപ്പിക്കണം. കഴിവിൻ്റെ പരമാവധി പണം കൊണ്ടും സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും ശരീരം കൊണ്ടും പടച്ചവൻ്റെ മാർഗത്തിൽ നന്മ ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ ചെയ്താൽ അവർ ഉലായിക യദ്ഖുലുൽ ജന്ന വലാ യുദ്ലമൂന ശൈഅ, അവർ ആക്രമിക്കപ്പെടുകയില്ല. ഏതാണ് ആ സ്വർഗം? ജന്നാത്തു അദ്നിൻ ലത്തി വഅദർ റഹ്മാനുൽ ഇബാദിഹി ബിൽ ഗൈബ്, അദൃശ്യമായി അവൻ്റെ അടിമകൾക്ക് ലഭിക്കുമെന്ന് പടച്ചവൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്വർഗം. ആ സ്വർഗത്തെക്കുറിച്ച് ഇന്നഹു ഖാന വഅദുഹു മഅതിയ്യാ, അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഈ സ്വർഗം വരും. ഇതേ പ്രകാരം തന്നെ നരകവും അപ്പുറത്ത് വരും. ഏതിലേക്കാണ് പോകേണ്ടത്? ഹദൈനാഹുൻ നജ്ദൈൻ, രണ്ട് വഴികൾ, അതിലൂടെ നടന്നു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഒന്ന് നേരായ വഴി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഴി, ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉഹു വലാ തത്തബിഉസ് സുബുൽ, എൻ്റെ നേരായ മാർഗം ഇതാണ്, ഞാൻ ജീവിച്ചു തന്ന മാർഗം. ആ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. അതിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്തുവാൻ സാധിക്കും. എന്നാൽ അതിനപ്പുറത്തും ഇപ്പുറത്തും ഇടവും വലവുമൊക്കെ ഒരുപാട് വളഞ്ഞ വഴികളുണ്ട്. ആ വളഞ്ഞ വഴികളിൽ നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾ വഴിപിഴക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ എളുപ്പത്തിൽ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കേണ്ട. അധ്വാനം വേണം, ഇബാദത്തുകളിൽ ശ്രദ്ധ വേണം, കുടുംബബന്ധം പുലർത്തണം, സൽസ്വഭാവം സ്വീകരിക്കണം, വൃത്തി ജീവിതത്തിൽ കൊണ്ടു നടക്കണം, പരസ്പര ബന്ധങ്ങൾ നന്നാക്കണം, സാമൂഹ്യ ജീവിയാണെന്ന ബോധം വേണം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും മറ്റ് മുസ്ലിങ്ങളൊക്കെ സുരക്ഷിതരാണ്, രക്ഷപ്പെട്ടവരാണെന്ന് വിചാരിക്കണം. പരദൂഷണവും അക്രമവും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ചീത്ത പറച്ചിലും അനാവശ്യമായ തർക്കങ്ങളും അത് നമ്മുടെ പതിവിൽപ്പെട്ടതല്ല. നേരെ മറിച്ച് അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വെറുക്കപ്പെട്ട കാര്യങ്ങളാണ്. സന്തോഷമുണ്ടാക്കുന്ന കാര്യം സൽസ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഏറ്റവും അടുത്ത് പരലോകത്തുണ്ടാവുക അഹ്സനുക്കും അഖ്ലാഖൻ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവം ശീലിച്ചവനാണ്, സ്വഭാവമുള്ളവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരന്മാരെ, നരകവും സ്വർഗവും, നരകമെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ദേഹേച്ഛയുടെ ഒരുപാട് സുഖലോലുപകാര്യങ്ങളാൽ വലയം ചെയ്യപ്പെട്ടതാണ്. നരകമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കുറച്ച് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാൽ വലയം ചെയ്യപ്പെട്ടതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹുഫ്വത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന, രാത്രിയിൽ എഴുന്നേറ്റ് എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കണം. അതുപോലെ തന്നെ തണുപ്പിൽ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകണം. അതുപോലെ റമദാൻ മാസത്തിൻ്റെ പട്ടിണി കിടന്നുകൊണ്ട് നോമ്പനുഷ്ഠിക്കണം. അതുപോലെ തന്നെ വിഷമകരമായ നിലക്ക് നല്ല ഒരു ദുർഘടമായ യാത്ര
കഴിഞ്ഞുകൊണ്ട് ഏതാനും ദിവസങ്ങളെടുത്ത് ഹജ്ജ് നിർവഹിക്കണം. അതുപോലെ തന്നെ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ധനം, തനിക്കേറ്റവും പ്രിയപ്പെട്ടതായ ധനം, അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കണം. ഇങ്ങനെ മനുഷ്യൻ അവന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ ക്ഷമയോടെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. വെറുതെ അല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ബുദ്ധിയുള്ളവരാണ്, വിവേകമുള്ളവരാണ്, സാമൂഹ്യ തലത്തിൽ വളരെ ഉയർന്ന പദവിയിലെത്തിയിട്ടുള്ള സഹോദരന്മാരാണ് ഈ സദസ്സിലുള്ളവരൊക്കെ. നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. നമുക്കെല്ലാം ഇങ്ങനെയുള്ള ഉത്ബോധനങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും വിലയേറിയതാക്കുക. വാച്ചുകൾ കറങ്ങിയാലും കറങ്ങിയില്ലെങ്കിലും ഈ സമയം ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. അതിൽ ഒരു നിമിഷം പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ജീവിതം ഇന്ന് അവസാനിക്കുന്നു. ആ സമയത്ത് ഹുസ്നുൽ ഖാത്തിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഏറ്റവും നല്ല കാര്യം ചെയ്തുകൊണ്ട് മരിക്കാൻ എനിക്ക് സൗഭാഗ്യം ചെയ്യണമേ എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദാസമയങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ. അങ്ങനെ നല്ല പര്യവസാനത്തോടു കൂടി സമൂഹത്തിൽ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തുവാൻ സാധിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ പ്രൊഫൈസ്, 4ാമത്തെ പ്രൊഫൈസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.